ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്തെന്നോ, ഇന്ന് മീൻ കറി റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. നിങ്ങൾക്കെല്ലാം വയ്ക്കാൻ അറിയാം, എന്നാലും ഞാനൊന്ന് പറയുവാണേ. ആദ്യമായിട്ട് നമുക്ക് ഈ മീനൊന്ന് വാഷ് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തേർന്ന സീഡി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയത്തില്ല, കമൻറ്റ് ചെയ്യൂ. അതിന് നമുക്ക് ഇരുമ്പിന് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു കത്രിക മാത്രം മതി. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം ഒരു ചുണ്ണാമ്പ് പോലത്തെ സംഭവമുണ്ട്. അത് ചിലർ ഉരച്ച് കളയുന്നുണ്ട്, ചിലർ ഉരച്ച് കളയാത്തവരുണ്ട്. പക്ഷെ ഞാനത് ഉരയ്ക്കുന്ന വെച്ച് മെനക്കെട്ട് പണിയായതുകൊണ്ട് ഞാൻ ഈ കത്തി വെച്ച് സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേനും എൻ്റെ തൊലി നല്ല തുറക്കുമ്പോൾ പാട പോലെ ഇരിഞ്ഞ് വരുന്നതായിരിക്കും. അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഇരിഞ്ഞെടുക്കണം. ഇരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു മീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് തലയും വാലും കട്ട് ചെയ്യുക. തലയും വാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. മേക്കപ്പിൻ്റെ ബ്രൈഡിനെ പോലെ ഇരിക്കുന്ന മീനാ. ഇത് കണ്ട ഒരു മീനാണെന്ന് പറയൂ ഗൈസ്. നല്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ വേറൊരു സംഭവം. അത് വെച്ച് കളയാൻ നല്ലൊരു ഇൻട്രസ്റ്റ്, ഒരു നൂല് പോലെ ഇരിക്കുന്ന സംഭവം. അത് വലി കൊടുത്ത് അത് ഇളവി വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ പ്രോസസ്സിങ് തുടർന്നുകൊണ്ടേയിരിക്കാം. 1 2 3 4 5 കണ്ടില്ലേ മീൻ്റെ ഒരു സൗന്ദര്യം നോക്കൂ. ഇതൊക്കെ അറിയാതെ എന്നെ മീൻ കഴിക്കാൻ പഠിച്ചു പോയേനെ. അങ്ങനെ നമ്മൾ 1 2 3 4 5 6 എന്ന എണ്ണി ഇത് തന്നിട്ട് ഇഷ്ടപ്പെടാമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും കുഴപ്പമില്ല, കഷ്ടപ്പെട്ടാലേ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ മീനുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വാഷിങ് ആൻഡ് ബാത്തിങ് ആൻഡ് ക്ലീനിങ് കഴിക്കുന്നത്. ഇനി നമുക്ക് മീനുകളെ നമുക്ക് കുളിപ്പിക്കാം. അങ്ങനെ കുറേ വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. നല്ല അഴുക്കുള്ള മീനിൽ വരുന്നത് എണ്ണത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ നമ്മൾ വാഷ് ചെയ്തു. പിന്നെ നമ്മൾ തേങ്ങയുടെ വിലയ്ക്ക് നമുക്ക് തേങ്ങക്കറി കൂട്ടാനേ പറ്റില്ല. എന്നാലും നമുക്ക് തേങ്ങക്കറി വെക്കുമ്പോൾ എടുത്തില്ലേ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇടുക. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് 1 2 3 ഫോർ യുവർ ചോയ്സ്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇടുക. പിന്നെ ഇടുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി ഇടുക. പിന്നെ നമ്മുടെ ഒരു ബോൾ സൈസിൽ അലുപ്പത്തിൽ പിഴുപുളി, പിന്നെ ഉപ്പിടുക. എന്നിട്ട് പിന്നെ എന്താണ് ഇരിക്കുന്നത്, വെള്ളം ഒഴിക്കുക. പിന്നെ ഒന്നും നോക്കണം, അറിഞ്ഞാൽ പറഞ്ഞ ഒരു 1 2 3 4 6 നിങ്ങളുടെ മിക്സിയുടെ ലെവലിൽ നിങ്ങൾ അടിച്ചെടുക്കുക. അതാ കണ്ടില്ലേ, ഇതിൻ്റെ ഫേസ് പാക്ക് പോലെ ഇരിക്കുന്നു മുഖത്തുണ്ടല്ലേ ഗൈസ്. എന്തായാലും നമ്മൾ ചട്ടിയിലോട്ട് ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് കുറുകിയതായിരിക്കാം, ചിലർക്ക് ലൂസായിട്ടിരിക്കാം. അതൊക്കെ യുവർ ചോയ്സ്. നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വെള്ളം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് അരച്ചത്. ഇനി നിങ്ങൾ ഉപ്പ് ഇടാൻ മറന്നുപോയെന്ന് പറഞ്ഞ് ഇടരുത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പ് മിക്സ് ചെയ്യുക. എന്നാലും മിക്സ് വെൽ നല്ലതുകൊണ്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു ലൂസ് നമുക്ക് നിങ്ങളുടെയൊക്കെ ഓരോ രീതിക്ക് അനുസരിച്ചിട്ടുള്ള കൺസിസ്റ്റൻസി വരുമ്പോഴത്തേനും നമുക്ക് എനിക്ക് ഈ പച്ചക്കറിയിൽ മുരിങ്ങയ്ക്കൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ഞാൻ അളവൊന്നും നോക്കിയില്ല, എന്തായാലും കുറേ മുരിങ്ങയ്ക്ക അങ്ങ് തട്ടി. പിന്നെ നല്ല എരിയുള്ള ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്താണ്, ഫ്ലെയിം ഓൺ ആക്കുക, വെക്കുക. പിന്നെന്താണ്, നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെന്താ, നമ്മുടെ മീൻകറി തിളച്ച് വന്നിരിക്കുന്നു. പിന്നെ ദാണ്ട് മീൻകൂട്ടന്മാരെ കഴുകി വെച്ച് മീൻകൂട്ടന്മാരെ ഓരോന്നായിട്ട് നമ്മൾ മീൻകറിയിലേക്ക് ഇടുക. കഷ്ടമില്ലേ, തിളയ്ക്കുന്ന കറിയിലോട്ടിടുന്ന എവിടെ നിന്നൊക്കെ പിടിച്ച് എന്തൊക്കെ പ്രോസസ്സിങ് നടത്തിയിട്ടാണ് ഈ മീൻ നമ്മുടെ ചട്ടിയിൽ കറിയായിട്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? അതൊക്കെ നോക്കി നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. എന്തായാലും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എണ്ണ തെളിയുക എന്നൊരു പ്രോസസ്സുണ്ട്. ഈ തേങ്ങക്കറി നമ്മൾ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ മീൻകറി പാകമായി എന്നാണ് അർത്ഥം. എന്തായാലും കുറേ നേരം തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നു. ഇനി എന്താ, കുറച്ച് ചോറെടുക്കുക, കറി കഴുകുക, കമന്നിരുന്ന് വെട്ടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.